ഇന്നത്തെ കാനഡ കാഴ്ചകളിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഒണ്ടാരിയോയിലെ ഗ്രാൻഡ് ബെൻഡ് ബീച്ചാണ്. കാനഡയിലെ 22 ബീച്ചുകളിൽ സ്ട്രിക്റ്റ് വാട്ടർ ക്വാളിറ്റിക്കും സേഫ്റ്റിക്കും ഒഫീഷ്യൽ ബ്ലൂ ഫ്ലാഗ് സ്റ്റാറ്റസ് നേടിയിട്ടുള്ള ഒരു ബീച്ചാണിത്. ഇന്നത്തെ യാത്രയിൽ ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ കസിൻസും ഉണ്ട്. ഞങ്ങൾ താമസിക്കുന്ന കിച്ചണർ റീജിയനിൽ നിന്ന് ഈ ബീച്ചിലേക്ക് ഏകദേശം 1.5 മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ സമ്മറൊക്കെ തുടങ്ങിയതുകൊണ്ട് പോകുന്ന വഴികളിൽ നല്ല നല്ല കാഴ്ചകൾ കാണാനുമുണ്ട്. ഞങ്ങളിവിടേക്ക് പോയത് സാറ്റർഡേ ഈവനിങ് ആയിരുന്നു. ഇവിടേക്ക് എത്താറായപ്പോഴേക്കും ഇവിടെയൊക്കെ നല്ല തിരക്കായിരുന്നു. എല്ലാവരും സാറ്റർഡേ ഈവനിങ് വൈബ് ആസ്വദിക്കാൻ വേണ്ടി ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ബീച്ച് ഏരിയയിലെത്തി. ബീച്ച് ഏരിയയിൽ അടുത്തതെന്ന് പറഞ്ഞാൽ വണ്ടി പാർക്ക് ചെയ്യൽ. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ടിക്കറ്റ് എടുക്കാനായി ടിക്കറ്റ് കൗണ്ടറിലെത്തി. ടിക്കറ്റ് എടുക്കാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ടിക്കറ്റ് ഫ്രീ ആണ്. അവിടെ എല്ലാ ദിവസം 6 മണി തുടങ്ങി 11 മണി വരെ ടിക്കറ്റ് ഫ്രീ ആണ്. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് സ്വസ്ഥമായിട്ട് പിക്നിക്ക് ആസ്വദിക്കാനായിട്ടുള്ള ഒരു സ്ഥലം നോക്കി നടന്നു. ഭാഗ്യത്തിന് നമ്മൾ പ്രതീക്ഷിച്ച അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ സ്വസ്ഥമായിട്ട് ഇരിക്കാനുള്ളൊരു സ്ഥലം പെട്ടെന്ന് തന്നെ കിട്ടി. ആദ്യം ഫുഡ് അടി കഴിഞ്ഞിട്ടേ എന്തോ ഉള്ളൂ. അങ്ങനെ ചെന്ന വഴി തന്നെ ആദ്യം വയറ് നിറയ്ക്കാൻ നോക്കി. ചേട്ടൻ്റെ സ്പെഷ്യൽ നല്ല അടിപൊളി ബീഫ് കട്ട്ലേറ്റും ചക്കപ്പഴവും പിന്നെ നമ്മുടെ ടിമ്മിലെ നല്ല കോഫി. നമ്മുടെ ബീച്ചിലവിടെ കുറേ വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ട്. ജെറ്റ് സ്കീയിങ്ങും പാരാസെയിലിങ്ങും അങ്ങനെ 10-15ഓളം ആക്ടിവിറ്റീസ് ഉണ്ട്. വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ ഞങ്ങൾക്ക് കുറച്ച് മടിയായിരുന്നു. കാരണം ഇവിടെ സമ്മറൊക്കെ ആയെങ്കിലും ഈ വെള്ളത്തിൻ്റെ തണുപ്പൊന്നും വിട്ടുമാറിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ ബീച്ചിലൊക്കെ വന്നിട്ടൊന്ന് കാല് നനയ്ക്കാതെ പോകുന്നത്? അത് മോശമല്ലേ? പിന്നെ ബീച്ച് ഏരിയ ഒക്കെ ഒന്ന് ചുറ്റിക്കണ്ടിട്ട് വരാമെന്ന് വെച്ച് നടക്കാൻ തുടങ്ങി. ഇവിടെ നമുക്കൊരു ലുക്ക് ഔട്ട് പ്ലാറ്റ്ഫോം ഉണ്ട് കേട്ടോ. അവിടെ നിന്നുള്ള വ്യൂ ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഞങ്ങളന്ന് പോയത് ശരിക്കും സൺസെറ്റ് കാണാമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. അന്ന് ഞങ്ങളെ കാലാവസ്ഥ ചതിച്ചു. അന്ന് നല്ല ക്ലൗഡി ആയിരുന്നു. അതുകൊണ്ട് സൂര്യൻ വരെ എവിടെ പോയെന്ന് പോലും അറിയില്ല. സൂര്യൻ്റെ പൊടി പോലും കാണാനുണ്ടായിരുന്നില്ല. ഈ പോകുന്ന വഴിക്കൊക്കെ ആണെങ്കിൽ കുറേ പേരെ എന്തൊക്കെയോ തിരയുണ്ടായിരുന്നു. പക്ഷെ എന്താന്ന് പോലും മനസ്സിലായില്ല കേട്ടോ. പതുക്കെ ഞങ്ങളുടെ പന്ത് കളി സ്റ്റാർട്ട് ചെയ്തു. കാല് നനയ്ക്കാന്ന് വെച്ച് ഞങ്ങൾ പിന്നെ നനഞ്ഞു കുളിച്ചാണ് കയറിയത്. അങ്ങനെ സമയം പോയതുപോലും അറിഞ്ഞില്ല. അങ്ങനെ കളിച്ചൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം ഞങ്ങളവിടെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. ഇരുട്ടെല്ലാം ആവാറായപ്പോഴേക്കും ക്ലൈമറ്റൊക്കെ നല്ല തണുപ്പായി തുടങ്ങി. അവിടുത്തെ സ്ട്രീറ്റിൽ കൂടെയൊക്കെ കുറേ നേരം നടന്ന് ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇന്നത്തെ ട്രിപ്പ്.